നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാധാരണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം K. സുരേന്ദ്രൻ. കേരളത്തിൽ പട്ടിണി ഇല്ലാതായത് മോദിയുടെ ഭരണത്തിന്റെ നേട്ടമാണെന്നും സുരേന്ദ്രൻ. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ, കുന്നംകുളത്തെ റോഡ് ഗതാഗതം മുടക്കി നിർമ്മാണം. പ്രതിഷേധം ശക്തമാകുന്നു. ഗുരുവായൂർ ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ വക ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ഗുജറാത്തിൽ റിലയൻസ് ഉടമസ്ഥതയിലുള്ള വന്യജീവി പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകുവാൻ അവസരം ഒരുക്കാമെന്നും മുകേഷ് അംബാനി. പൊതുസ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനായി ജില്ലാതിർത്തിയായ കടവല്ലൂർ സംസ്ഥാന പാതയോരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ ആശ്വാസത്തിൽ കർഷകർ. ശുചിമുറി മാലിന്യമടക്കം കൃഷിയിടങ്ങളിൽ തള്ളുന്നവരെ കണ്ടെത്തി കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ. ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി മികച്ച സേവനങ്ങൾ നടത്തിയതിന് വേലൂർ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. ഭിന്നശേഷി രംഗത്ത് നടപ്പിലാക്കിയ പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് 1.5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള പുരസ്കാരം ലഭിച്ചത്. വാർത്തകൾ വിശദമായി. സാധാരണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്നും കേരളത്തിൽ പട്ടിണി ഇല്ലാതായത് മോദിയുടെ ഭരണത്തിന്റെ നേട്ടമാണെന്നും BJP ദേശീയ നിർവാഹക സമിതി അംഗം K. സുരേന്ദ്രൻ പറഞ്ഞു. കടങ്ങോട് പഞ്ചായത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം 7-ാം വാർഡ് തെക്കുമുറിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറി മാറി ഭരിച്ച LDFും UDFും കേരളത്തിന്റെ വികസനം മുരടിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതി പൂർണ്ണ പരാജയമാണ്. 7 ലക്ഷം പേരുടെ വീടിനുവേണ്ടിയുള്ള അപേക്ഷയാണ് കെട്ടിക്കിടക്കുന്നത്. പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത ലക്ഷക്കണക്കിന് കുടുംബങ്ങളുണ്ട്. ദാരിദ്ര്യത്തിൽ നിന്നും കേരളത്തെ മുക്തമാക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രി പറയുന്ന എല്ലാം ദാരിദ്ര്യ വിമുക്തമായി കേരളം എന്നാണ്. പുള്ളി വലിയ പ്രചരണം മമ്മൂട്ടി മോഹൻലാലിനെ കൊണ്ടുവന്നു കേരളം ദരിദ്രമുക്തമായി എന്നാണ്. ശരിയാണ്, കേരളത്തിൽ പട്ടിണി മരണമില്ല. എന്താ കാരണം? പിണറായി വിജയൻ കാരണമല്ല, മോദി കാരണം. കാരണം ഈ രാജ്യത്ത് ആരും പട്ടിണി കിടന്ന് മരിക്കാൻ പാടില്ല എന്ന ഉറച്ച നിലപാടുണ്ട് മോദിക്ക്. ദാരിദ്ര്യമുക്തമായി എന്നൊക്കെ, സമ്പൂർണ്ണ ദാരിദ്ര്യമുക്തമായി എന്നൊക്കെ പറയുന്ന കള്ളത്തരമാണ്. പക്ഷേ ജനങ്ങൾക്ക് ദുരിതമില്ലാത്തത് മോദി സർക്കാർ ഉള്ളത് കൊണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടക്കാത്തത് മോദിയുടെ പദ്ധതി കൊണ്ടാണ്. പാവപ്പെട്ടവർക്ക് അരിയും കുടിവെള്ളവും ഗ്യാസ് സിലിണ്ടറും മരുന്നും മോദി സർക്കാർ നൽകുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും എതിർപ്പിനെ തുടർന്ന് PM ശ്രീ പദ്ധതി അട്ടിമറിച്ചതിലൂടെ കേരളത്തിലെ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും ലഭിക്കേണ്ട വലിയ നേട്ടങ്ങളാണ് ഇല്ലാതായത്. PM ശ്രീ പദ്ധതി കൊണ്ടുവന്നു നമ്മുടെ ഗവൺമെന്റ്. എന്ത് നല്ല പദ്ധതിയാണ്! കുട്ടികൾക്ക് എന്തൊരു സൗകര്യങ്ങളാണ്. ആദ്യം ഒപ്പിട്ടു, പിന്നെ പേടിച്ചു. ലീഗുകാരെ മറ്റേ ജമാഅത്തെ ഇസ്ലാമിക്കാരൊക്കെ പേടിച്ചായിരുന്നു. ഇപ്പൊ പിന്മാറുന്ന ശിവൻകുട്ടി പറയുന്നത്. ഇത്രയും നല്ലൊരു പദ്ധതി ഈ രാജ്യത്ത് നടപ്പാക്കിയിട്ട് ഈ വർഗവഞ്ചകര് ഇവര് ആ പദ്ധതിയിൽ നിന്ന് പിന്മാറാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ രക്ഷിതാക്കളെ, കുട്ടികളെ എത്ര കാലത്തേക്കാണ് ഇവർ ചതിക്കുന്നത്? എന്തെല്ലാം നല്ല കാര്യങ്ങൾ മോദി ചെയ്തു, അതിനെല്ലാം എതിര്. സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പാവപ്പെട്ടവന് ലഭിക്കാത്ത സാഹചര്യമാണെന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂവെന്നും K. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അപ്പൊ പാവപ്പെട്ടവരെ, സ്ത്രീകളെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അവരുടെ എല്ലാം അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കുന്ന ഒരു സർക്കാരാണ് മോദിയുടെ സർക്കാർ. മോദി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നടപ്പാക്കുന്നത് ഈ ഭരണഘടന പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളും സ്റ്റേറ്റ് ഗവൺമെന്റും എല്ലാം വഴിയാണ്. അപ്പൊ ലോക്കൽ ബോഡിയിൽ നമുക്ക് നല്ല പ്രാതിനിധ്യം ഉണ്ടാവണം. അപ്പോഴേ നല്ല കാര്യങ്ങൾ നാട്ടിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്ത് നല്ല കാര്യം ചെയ്താലും ഇവർ ഉടക്കു വെക്കും. വിവിധ പാർട്ടികളിൽ നിന്നും BJPയിൽ ചേർന്നവരും മെമ്പർഷിപ്പ് എടുത്തവരും ഉൾപ്പെടെ 35 പേർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. BJP വാർഡ് കൺവീനർ നിഷാദ് പനക്കൽ അധ്യക്ഷനായി. തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയടത്ത്, സെക്രട്ടറി സുഭാഷ് ആദൂർ, വൈസ് പ്രസിഡന്റ് സുഭാഷ് പാക്കത്ത്, മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, സംസ്ഥാന കൗൺസിൽ അംഗം E. ചന്ദ്രൻ, വാർഡ് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്,
ധനീഷ് വിജയൻ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജനു വെള്ളറക്കാട്, ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ വെള്ളറക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് തിരുവത്ര പുത്തൻകടപ്പുറത്ത് നിയന്ത്രണം വിട്ട മോപ്പഡ് മതിലിലിടിച്ച് ഗൃഹനാഥന് ഗുരുതര പരിക്ക്. പുത്തൻകടപ്പുറം പാണ്ഡികശാല പറമ്പിൽ 55 വയസ്സുള്ള അഷ്റഫിനാണ് പരിക്കേറ്റത്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടിയായിരുന്നു അപകടം. അമിത വേഗത്തിൽ വന്നിരുന്ന മോപ്പഡ് നിയന്ത്രണം വിട്ടതോടെ സമീപത്തുള്ള മതിലിൽ ചെന്നിടിക്കുകയായിരുന്നു. ഇരുകാലുകൾക്കും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ അഷ്റഫിനെ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുവായൂർ ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ വക ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ഞായറാഴ്ച രാവിലെ 7:30 മുകേഷ് അംബാനി ഗുരുവായൂരിലെത്തിയത്. ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ അദ്ദേഹം റോഡുമാർഗം തെക്കേനടയിൽ ശ്രീവത്സം അതിഥി മന്ദിരത്തിന് മുന്നിലെത്തി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, ഭരണസമിതി അംഗം സി. മനോജ്, അഡ്മിനിസ്ട്രേറ്റർ ഒ.ബി. അരുൺകുമാർ എന്നിവർ ചേർന്ന് പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് തെക്കേ നടപ്പന്തലിലൂടെ കിഴക്കേ ഗോപുര കവാടത്തിലെത്തി. പൊതു അവധി ദിനത്തിൽ സ്പെഷ്യൽ ദർശന നിയന്ത്രണം ഉള്ളതിനാൽ 25 പേർക്കായി ശ്രീകോവിലിൽ നെയ്വിളക്ക് വഴിപാട് ഷീട്ടാക്കിയാണ് മുകേഷ് അംബാനി ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. നാലമ്പലത്തിലെത്തി ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചു. സോപാനപ്പടിയിൽ കാണിക്കയും അർപ്പിച്ചു. മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് ഉപദേവന്മാരെയും തൊഴുത് പ്രാർത്ഥിച്ചു. കൊടിമരച്ചുവട്ടിലെത്തിയ അദ്ദേഹത്തിന് കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന പ്രസാദങ്ങൾ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ നൽകി. ദേവസ്വത്തിന്റെ ഉപഹാരമായി ചുവർച്ചിത്രവും സമ്മാനിച്ചു. ദേവസ്വത്തിന്റെ നിർദ്ദിഷ്ട മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ രൂപരേഖയും ആനകളുടെ പരിചരണത്തിനായി ദേവസ്വം തുടങ്ങാൻ ലക്ഷ്യമിടുന്ന ആധുനിക മൃഗാശുപത്രിയുടെ പദ്ധതി രേഖയും മുകേഷ് അംബാനിക്ക് സമർപ്പിച്ചു. എന്തു സഹായവും നൽകാമെന്ന് മുകേഷ് അംബാനി ദേവസ്വം ചെയർമാന് ഉറപ്പു നൽകി. ഗുജറാത്തിൽ റിലയൻസ് ഉടമസ്ഥതയിലുള്ള വൻതാര വന്യജീവി പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകാൻ അവസരം ഒരുക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പൊതുസ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനായി ജില്ലാ അതിർത്തിയായ കടവല്ലൂർ സംസ്ഥാന പാതയോരത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കടവല്ലൂർ പഞ്ചായത്ത് 3 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. ഇതോടെ ശുചിമുറി മാലിന്യമടക്കം കൃഷിയിടങ്ങളിൽ തള്ളുന്നവരെ കണ്ടെത്തി കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ക്യാമറയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് പി. എ. രാജേന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖര സമിതി അംഗങ്ങളായ ജനാർദ്ദനൻ, ഗോപി, ശശിധരൻ, മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമറയിൽ പതിയുന്ന ദൃശ്യങ്ങൾ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് പരിശോധിക്കാവുന്ന തരത്തിലാണ് സജ്ജീകരണം. സാമൂഹ്യദ്രോഹികളുടെ വലിയ അക്രമം എന്ന രീതിയിലേക്ക് ഈ കോഴി വേസ്റ്റ് കൊടുത്ത് തള്ളി, അതുപോലെ തന്നെ കക്കൂസ് മാലിന്യങ്ങൾ തള്ളി, പടിഞ്ഞാറ്റുമുറി ഇപ്പോൾ ഗോപിയേട്ടൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഈ മാലിന്യം അവിടെ ചെന്ന് തങ്ങി അതവിടെ നാറി അന്തരീക്ഷ മലിനമാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ. ഇനി അത് ഉണ്ടാവാതിരിക്കാൻ ആവശ്യമായ സംവിധാനം ഞങ്ങൾ നിരന്തരം അത് പരിശോധിച്ച് അതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് അതിനാവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടാണ് ഇപ്പം ഈ ക്യാമറ വെച്ചിട്ടുള്ളത്. എല്ലാവരുടെയും കർഷകരുടെയും അതുപോലെ തന്നെ പരിസരവാസികളുടെ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഈ ക്യാമറയ്ക്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതെല്ലാവരുടെയും കൂട്ടായ സഹകരണത്തോടുകൂടി നിലനിൽക്കണം. ഈ വലിയ വിപത്തിനെ ഒഴിവാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ, കുന്നംകുളത്ത് റോഡ് ഗതാഗതം മുടക്കി നിർമ്മാണം, പ്രതിഷേധം ശക്തമാകുന്നു. കുന്നംകുളം തൃശൂർ റോഡിലെ പഴയ പോലീസ് ക്വാർട്ടേഴ്സ് റോഡാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയെ തുടർന്ന് ഗതാഗത തടസ്സം നേരിടുന്നത്. ഒരാഴ്ച മുമ്പായിരുന്നു ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇതിനായി റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിനായി വലിയ കുഴിയെടുത്തു. 3 ദിവസം മുമ്പ് നിർമ്മാണം കഴിഞ്ഞ് കുഴി മൂടിയെങ്കിലും കഴിഞ്ഞ ദിവസം പൈപ്പ് പൊട്ടി വെള്ളമൊഴുകിയതിനെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾക്കായി വീണ്ടും കുഴിയെടുക്കുകയായിരുന്നു. ഈ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ബദനി സ്കൂളിന് സമീപത്തെ റോഡിലൂടെ കയറി ഏറെ ചുറ്റിയാണ് വരുന്നത്. ഈ വഴി പോകുന്ന വിദ്യാർത്ഥികളും ഏറെ ബുദ്ധിമുട്ടിയാണ് യാത്ര ചെയ്യുന്നത്. കൂടാതെ ഈ ഭാഗത്തുള്ള ഡോക്ടറെ കാണാനായി വരുന്ന ആളുകളും ഏറെ പ്രയാസപ്പെട്ടാണ് എത്തുന്നത്. വാട്ടർ അതോറിറ്റി അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും നിർമ്മാണം എപ്പോൾ തീരുമെന്നതിനെപ്പറ്റി യാതൊരുവിധ വിവരവും ലഭിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ബന്ധപ്പെട്ട അധികൃതർ പൊതുജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ നിർമ്മാണം പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.
ഗുരുഭവനപുരിയിൽ സംഗീത സാഗരം തീർത്ത് നന്ദഗോവിന്ദം ഭജൻസ്. കോടതി വിളക്കിന്റെ ഭാഗമായി നടന്ന സംഗീത പരിപാടി ആസ്വദിക്കാൻ വൻ ജനത്തിരക്കാണ് ഉണ്ടായത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ തന്നെ മേൽപ്പുത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തി. രാത്രി 7-നാണ് പരിപാടി ആരംഭിച്ചത്. വിഖ്യാതമായ കീർത്തനങ്ങൾ ആലപിച്ചപ്പോൾ ഭക്തജനങ്ങളും ലയിച്ചു പാടി. നന്ദഗോവിന്ദം ഭജൻസിലെ നവീൻ ശ്രീധരൻ, ശ്രീലാൽ വേണു, വിഷ്ണു വേണുഗോപാൽ, ബിജു ചാലക്കുടി എന്നിവർ ഭജനയ്ക്ക് നേതൃത്വം നൽകി. 500 പേർക്ക് ഇരിക്കാൻ മാത്രം കഴിയുന്ന ഓഡിറ്റോറിയത്തിന് പുറത്ത് 1000 പേർക്ക് കൂടിയുള്ള കസേരകൾ ഒരുക്കിയെങ്കിലും ഇതൊന്നും മതിയായില്ല. വൈകിട്ട് 5 മുതൽ രാത്രി വൈകും വരെ നഗരത്തിലെ റോഡുകളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു. BJP ഗുരുവായൂർ നഗരസഭാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസിത ഗുരുവായൂർ സന്ദേശ പദയാത്ര സംഘടിപ്പിച്ചു. തൈക്കാട് പാലാ ബസാറിൽ നിന്ന് ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി പടിഞ്ഞാറ് നടയിൽ സമാപിച്ചു. BJP ദേശീയ നിർവാഹക സമിതി അംഗം K. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് MR വിശ്വൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ദയാനന്ദൻ മാമ്പുള്ളി, കൗൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, ജ്യോതി രവീന്ദ്രനാഥ്, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, KR ബൈജു, രാജൻ തറയിൽ, TV വാസുദേവൻ, സുജയൻ മാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ആരെ ആദ്യം എടുത്തുണ്ടായത്? ദ്വാരപാലകന്മാരെയാണ്. നമ്മുടെ അയ്യപ്പസ്വാമിയുടെ ദ്വാരപാലകന്മാരെയാണ് അടിച്ചു മാറ്റിയത് ആദ്യം. മഹാപാപികളെ, 1 മാസം കൂടി ഹൈക്കോടതി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അയ്യപ്പന്റെ വിഗ്രഹം അവിടുന്ന് അടിച്ചു കൊണ്ടുപോയി അതും വിൽക്കുമായിരുന്നു. ഹൈക്കോടതി പറഞ്ഞു, ഞാൻ പറഞ്ഞു, കളിയാക്കാൻ പറഞ്ഞല്ല, ഹൈക്കോടതി പറഞ്ഞു അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന കുപ്രസിദ്ധരായിട്ടുള്ള വിഗ്രഹ മോഷ്ടാക്കൾ ചെയ്യുന്ന രീതിയിലാണ് ശബരിമലയിൽ മോഷണം നടത്തിയിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളിലും ഇതാണ്, ഒരു ശബരിമലയിൽ മാത്രമല്ല. ലോകം മുഴുവൻ അറിയപ്പെടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം തകർക്കാൻ ഇവർ ശ്രമിച്ചിരുന്നു. അന്ന് തിരുവിതാംകൂറിലെ ഹിന്ദുക്കൾ ശക്തമായി പോരാടിയതുകൊണ്ടാണ്. ഓർമ്മയില്ല, പണ്ട് അച്യുതാനന്ദൻ പറഞ്ഞതാണ്. BJP കുന്നംകുളം മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വികസന മുന്നേറ്റ യാത്ര നടത്തി. നഗരസഭയിലെ 39 വാർഡുകളിലും ബൈക്ക് റാലി നടത്തി. പാർട്ടി തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KS രാജേഷ് ജാഥ ക്യാപ്റ്റനും മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ വൈസ് ക്യാപ്റ്റനുമായ ജാഥ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തീർത്തിക്കാട്, സുമേഷ് കളരിക്കൽ, വിഗീഷ് അപ്പൂസ്, സോഫിയ ശ്രീജിത്ത്, രേഷ്മ സുനിൽ, MV ഉല്ലാസ്, KK മുരളി, ഗീത ശശി, അനൂപ് തയ്യൽ, ഷീമ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം കർഷക മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S. ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനേറെ പറയുന്നു, ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 70 വയസ്സ് കഴിഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ വേട്ടയാടി കൊല്ലുമ്പോൾ അപലപിക്കുവാൻ ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇനിയോ ഇവിടെ ഗുണ്ടാ മാഫിയ ഗ്യാങ്ങുകളുടെ അതിക്രമം കൊണ്ട് നഷ്ടപ്പെടുന്ന ജീവനുകളെ കുറിച്ച് അപലപിക്കുവാൻ ഈ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി LDF കണ്ടാണശ്ശേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ ഓഫീസിന്റെ ഉദ്ഘാടനം CPM ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് നിർവഹിച്ചു. CPM മറ്റം ലോക്കൽ സെക്രട്ടറി ശിവൻ വാഗ അധ്യക്ഷനായി. LDF കണ്ടാണശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി PA മുസ്തഫ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് കാട്ടുകാരൻ, CPM ഏരിയ കമ്മിറ്റി അംഗം C. അംബികേശൻ, NCP മണ്ഡലം പ്രസിഡന്റ് K. സുരേഷ്, ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, CPM കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MV സന്തോഷ്, മറ്റം ലോക്കൽ സെക്രട്ടറി KS ദിലീപ് എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി മികച്ച സേവനങ്ങൾ നടത്തിയതിന് വേലൂർ ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. ഭിന്നശേഷി രംഗത്ത് നടപ്പിലാക്കിയ പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് 1.5 ലക്ഷം രൂപ ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പുരസ്കാരം ലഭിച്ചത്. വേലൂർ പഞ്ചായത്തിന് പുരസ്കാരം ലഭിച്ച സന്തോഷവാർത്ത ആദ്യം അറിയിച്ചത് റവന്യൂ മന്ത്രി K. രാജനാണ്. വേലൂർ വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടന വേദിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഭിന്നശേഷി മേഖലയിലെ മികച്ച സേവനങ്ങൾക്കുള്ള പുരസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് നൽകുന്ന
50,000 രൂപ, 1,00,000 രൂപ വിലമതിക്കുന്ന പുരസ്കാരം ഇത്തവണ ലഭ്യമായിട്ടുള്ളത് വേലൂർ പഞ്ചായത്തിനാണെന്നുള്ള സന്തോഷം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതിൻ്റെ ഭരണസമിതി അംഗങ്ങളെയും ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മന്ത്രി ഔപചാരികമായി പ്രഖ്യാപനം നടത്തി മിനിറ്റുകൾക്കകം അഭിനന്ദിക്കാനുള്ള അവസരം ഞാൻ സന്തോഷപൂർവ്വം സർക്കാരിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. വ്യത്യസ്തമായ ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉള്ളവരെ പൊതുവായി വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ് ഭിന്നശേഷിക്കാർ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുവാൻ നിരവധി കർമ്മ പദ്ധതികളാണ് വേലൂർ പഞ്ചായത്ത് നടപ്പിലാക്കിയത്. പഞ്ചായത്തിന്റെ 65 ലക്ഷം രൂപയും AC മൊയ്തീൻ MLAയുടെ 30 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തി ഭിന്നശേഷിക്കാർക്കായി വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ 38 സെന്റ് ഭൂമിയിൽ തളിർ റീഹാബിലിറ്റേഷൻ കേന്ദ്രം ആരംഭിച്ചു. കുടുംബശ്രീയുടെ 12 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി 18 വയസ്സിന് മുകളിലുള്ള 39 അന്തേവാസികളാണ് തളിർ ബെഡ്സ് കേന്ദ്രത്തിലുള്ളത്. ഇവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും നിയമപരിരക്ഷയ്ക്ക് വേണ്ടി ലീഗൽ ഗാർഡിയൻഷിപ്പ് സർട്ടിഫിക്കറ്റുകളും തൊഴിലുറപ്പ് കാർഡുകളും ലഭ്യമാക്കി. ഇന്ത്യയിലെ തന്നെ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പുള്ള ആദ്യത്തെ പഞ്ചായത്താണ് വേലൂർ. ഭിന്നശേഷി വിഭാഗക്കാരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും സ്വയം തൊഴിലിനും വേണ്ടി നിരവധി പദ്ധതികളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. LED ബൾബ് നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം, ഫ്രൂട്ട് പ്രോസസ്സിംഗ് തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നുണ്ട്. ഗ്രീൻ തെറാപ്പിയുടെ ഭാഗമായി വിവിധ കൃഷികൾ പരിശീലിപ്പിച്ചു. മാനസിക ശാരീരിക ഉല്ലാസത്തിനായി കലാകായിക പരിശീലനങ്ങളും നൽകുന്നുണ്ട്. ശാരീരിക വൈകല്യങ്ങൾ പരിഹരിക്കാൻ ഫിസിയോതെറാപ്പി സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച പഞ്ചായത്തായിട്ട് വേലൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒട്ടേറെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലീഗൽ ഗാർഡിയൻഷിപ്പ് പഞ്ചായത്തായി വേലൂരിന് മാറാൻ കഴിഞ്ഞു. അതിനെ നമ്മൾ ആളുകളെ കണ്ടെത്തുകയും സർവേ നടത്തുകയും അവർക്ക് വേണ്ടിയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ നമുക്ക് സാധിച്ചത്. അതിനുശേഷം നമ്മൾ ഭിന്നശേഷി മേഖലയിലെ മുഴുവൻ ആളുകളെയും തൊഴിലുറപ്പ് പദ്ധതിയുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവർക്ക് ഒരു വരുമാനം ഉറപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. നമ്മുടെ കെട്ടിടങ്ങളൊക്കെ തന്നെ ഭിന്നശേഷി സൗഹൃദം എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയ നിർമ്മിതികളൊക്കെ തന്നെ അത്തരത്തിലുള്ള രീതിയിൽ രൂപകൽപ്പന ചെയ്ത നിർമ്മിതികളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഭക്ഷണം, വാഹനം, ജീവനക്കാരുടെ വേതനം ഉൾപ്പെടെ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പ്രവർത്തനത്തിനായി പഞ്ചായത്ത് പ്രതിമാസം 2 ലക്ഷം രൂപയോളം ചെലവഴിക്കുന്നുണ്ട്. 2015-2020 പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വിഭാവനം ചെയ്ത ഭിന്നശേഷി സൗഹൃദ പദ്ധതി നിലവിലെ പ്രസിഡന്റ് TR ശോഭയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി പ്രാവർത്തികമാക്കി മാതൃകാപരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. മികച്ച ബഡ്സ് സ്കൂളിനുള്ള കുടുംബശ്രീയുടെ ജില്ലാതല അവാർഡും വേലൂർ തളിർ ബഡ്സ് സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്. കടവല്ലൂർ പഞ്ചായത്ത് 8ാം വാർഡ് ഒറ്റപ്പിലാവ് ചേലക്കപ്പറമ്പ് കുടിവെള്ള പദ്ധതിയുടെ പുതിയ പമ്പ് സെറ്റ് ഉദ്ഘാടനം നടന്നു. പഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതിയിൽ നിന്ന് 10 ലക്ഷം രൂപ ചെലവിട്ട് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന ചേലക്കപ്പറമ്പ് മേഖലയിലെ 125-ലധികം കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ ശുദ്ധജലം ലഭ്യമാവുക. ചടങ്ങിൽ വാർഡ് മെമ്പർ ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡ് മെമ്പർ ഷാജി, ആശാ വർക്കർ ലീല ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. LSGDക്കാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതല. മത്സ്യക്കച്ചവടം നടത്തി ലഭിച്ച തുക ചികിത്സാ സഹായനിധിയിലേക്ക് നൽകി മാതൃക. ബോൺമാരോ രോഗം ബാധിച്ച് മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന സഹോദരങ്ങൾക്കാണ് തുക നൽകിയത്. ചെമ്മന്തിട്ട കാളിയടത്ത് മനോജ്, സുധാ ദമ്പതികളുടെ മക്കളായ അവനിക, ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി സ്വരൂപിച്ച ഫണ്ട് കൈമാറി. മത്സ്യം കച്ചവടം ചെയ്ത് സമാഹരിച്ച 1,33,660 രൂപയാണ് ചികിത്സാ സഹായ സമിതി കൺവീനർ സജി മാസ്റ്റർക്ക് കൈമാറിയത്. വെള്ളാർക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി KM അലി ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഏരിയ പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, മത്സ്യത്തൊഴിലാളി യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി, സെക്രട്ടറി ശ്രീനീഷ് കടങ്ങോട്, അബ്ദു പന്നിത്തടം, PS പ്രസാദ്, ഫ്രാൻസിസ് കൊളന്നൂർ, UV ഗിരീഷ്, CK മണികണ്ഠൻ, ലക്ഷ്മണൻ കുന്നംകുളം തുടങ്ങിയവർ പങ്കെടുത്തു. കൗമാരക്കാർക്കായി ഇടം സാംസ്കാരിക വേദി ടീനേജ് മീറ്റ് സംഘടിപ്പിച്ചു. വെള്ളറക്കാട് മുക്കരിയകത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ടീനേജ് മീറ്റിൽ 3 സെഷനുകളിലായി ക്ലാസ് നടന്നു.
ഡിജിറ്റൽ വെൽബീയിങ് എന്ന വിഷയത്തിൽ വിയ്യൂർ കോപ്പറേറ്റീവ് CBSE സ്കൂൾ പ്രിൻസിപ്പൽ ശ്രുതി ബാലകൃഷ്ണൻ, മോട്ടിവേഷൻ സെഷനിൽ റിട്ടയർഡ് മേജർ KP ജോസഫ്, ഉത്തരവാദിത്തമുള്ള പൗരത്വം എന്ന വിഷയത്തിൽ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറും കൗൺസിലറുമായ KM അക്ബറലി എന്നിവർ ക്ലാസുകൾ നയിച്ചു. PJ ജ്യോതി സുധാകരൻ അധ്യക്ഷത വഹിച്ചു. KM സൗമ്യ, അനീഷ് വിജയൻ എന്നിവർ സംസാരിച്ചു. ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് വായനശാല ഹാളിൽ സംഘടിപ്പിച്ച നേത്രപരിശോധനാ ക്യാമ്പ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KG ജയപ്രദീപ് ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ഫോണിന് കുട്ടികളും യുവതലമുറയും അടിമകളായതോടെ നേത്രരോഗങ്ങൾ ബാധിച്ചവരും ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണട വയ്ക്കുന്നവരുടെയും എണ്ണത്തിൽ വലിയ വർധനവുണ്ടായെന്ന് ജയപ്രദീപ് പറഞ്ഞു. വായനശാലകൾ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ക്യാമ്പുകൾ നടത്തുവാൻ മുന്നോട്ട് വരുന്നതെന്നും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കൂട്ടിച്ചേർത്തു. വായനശാല പ്രസിഡന്റ് MK കുഞ്ഞവറു അധ്യക്ഷനായി. പൊതുപ്രവർത്തകരായ MB പ്രവീൺ, RM ബഷീർ, സരിത ജയേഷ്, വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ, വായനശാല ഭാരവാഹികളായ ബാലചന്ദ്രൻ പൂലോത്ത്, CJ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഓഫീസർ സുജിത്ത് ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു. 100ഓളം പേർ ക്യാമ്പിലെത്തി പരിശോധനകൾ നടത്തി. ശസ്ത്രക്രിയ ആവശ്യമുള്ള നിർധന കുടുംബങ്ങളിലുള്ളവർക്ക് ഡോക്ടർ റാണി മേനോൻ ഐ ഹോസ്പിറ്റൽ സൗജന്യമായി ചികിത്സ ലഭ്യമാക്കും. ലൈബ്രറിയൻ ഹേമലത, വായനശാല അംഗങ്ങളായ P ദാഗേഷ്, MK സുലൈമാൻ, CL ജോസഫ്, P വിജീഷ്, പത്മിനി വിജയൻ, MK മോഹിനി, ജിൽസി ഷൈജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. NCP കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റായിരുന്ന ഉല്ലാസ് K അമ്പ്രയിലിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് NCPS കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MM അബ്ദുൾ ജലീൽ അധ്യക്ഷത വഹിച്ചു. NCPS സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് CL ജോയ്, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ EA ദിനമണി, M പത്മനി ടീച്ചർ, വിശാലാക്ഷി മല്ലിശ്ശേരി, ജില്ലാ സെക്രട്ടറി TG സുന്ദർലാൽ, ജില്ലാ ട്രഷറർ CK രാധാകൃഷ്ണൻ, ഷംസുദ്ദീൻ, പ്രീതി സുരേഷ്, അണിമ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദത്തിൽ 8ാം റാങ്ക് നേടിയ പെരുമ്പിലാവ് സ്വദേശിനി തസ്ലീമയെ വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റ് ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ തസ്ലീമയെ ഷാൾ അണിയിച്ച് ഉപഹാരം കൈമാറി. മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം CM ഷെറീഫ്, ഷബീർ ഹസൻ, അബ്ദുൽ ഫത്താഹ്, CM താഹ തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പിലാവ് മയൂകം റോഡിൽ വാരിക്കുന്നത്ത് ഷെഫീഖ് ഹസീന ദമ്പതികളുടെ മകളാണ് തസ്ലീമ. റാങ്ക് ജേതാവിനെ വെൽഫെയർ പാർട്ടി കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയും അനുമോദിച്ചു. പെരിങ്ങോട് പൂമുള്ളി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ 28ാമത് അനുസ്മരണ സമ്മേളനവും സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 6ാം തമ്പുരാൻ വൈദ്യശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും നടന്നു. പൂമുള്ളിമനയിൽ വൈകിട്ട് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആനയിച്ചു. ഛായാചിത്രത്തിന് മുൻപിൽ വിശിഷ്ടാതിഥികൾ നിലവിളക്കിൽ തിരിതെളിയിച്ചു. അഷ്ടവൈദ്യൻ PTN വാസുദേവൻ മൂസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ അധ്യക്ഷനായി. എഴുത്തുകാരനും നടനുമായ VK ശ്രീരാമൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. പൂമുള്ളി നാരായണൻ നമ്പൂതിരിപ്പാട്, പൂമുള്ളി വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവർ ചേർന്ന് അലോപ്പതി രംഗത്തെ സേവന മികവിന് ഡോക്ടർ V ആനന്ദ് മോഹൻ, ആയുർവേദ രംഗത്തെ സമർപ്പണത്തിന് അഷ്ടവൈദ്യൻ തൈക്കാട്ട് ദിവാകരൻ മൂസ് എന്നിവർക്ക് വൈദ്യശ്രേഷ്ഠ പുരസ്കാരം നൽകി. പൂമുള്ളി 6ാം തമ്പുരാനെക്കുറിച്ചുള്ള കവിതാലാപനവുമുണ്ടായി. ഡോക്ടർ VMD നമ്പൂതിരി രചിച്ച മഹാഭാരത കഥകൾ കുട്ടികൾക്ക് എന്ന പുസ്തകം കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് പ്രകാശനം ചെയ്തു. ഡോക്ടർ അപർണ, ഡോക്ടർ ആരതി, പഞ്ചായത്ത് അംഗങ്ങളായ P വിനീത, P ഷീബ, സലീം എന്നിവർ സംസാരിച്ചു. തുടർന്ന് 6ന് സമന്വയം സംഗീത കച്ചേരിയും സ്നേഹവിരുന്നുമുണ്ടായി. ഭാരവാഹികളായ അഡ്വക്കേറ്റ് PM നീലകണ്ഠൻ, T രാജീവ്, V രതീഷ്, VM ദുർഗാദാസ്, MP ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിന് കീഴിലുള്ള കപ്പേളകളിലെ തിരുനാൾ ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. രാവിലെ 6:30 ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ കാർമ്മികനായി. ദിവ്യബലിയും തുടർന്ന് ലതീഞ്ഞും നൊവേനയും നടന്നു. 10 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് പാറമ്പാടം സെന്റ് ആന്റണീസ് ചർച്ച് വികാരി ഫാദർ പോൾ അറക്കൽ മുഖ്യ കാർമ്മികനായി. മുളയം മേരിമാത മേജർ സെമിനാറി പ്രൊഫസർ ഫാദർ ലിജോ ചാലിശ്ശേരി തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഡൊമിനിക് മഞ്ഞനിക്കര സഹകാർമ്മികനായി. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ശേഷം ഇടവക വിശ്വാസികൾ അണിനിരന്ന തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായി. വൈകിട്ട് നിശ്ചയിക്കപ്പെട്ട സമയങ്ങൾ വിവിധ കപ്പേലകളിൽ തിരുക്കർമ്മങ്ങൾ നടന്നു. കൈക്കാരന്മാരായ VT ബാബു, ജിൻഡോ തരകൻ എന്നിവർ നേതൃത്വം നൽകി.
ഇൻഡിഗോ പെയിന്റ് സേവാ ഉത്സവ് വടുതല ഗവൺമെന്റ് LP സ്കൂളിന് ഇനി പുതിയ മുഖം. വടുതല ഗവൺമെന്റ് LP സ്കൂളിലാണ് പുതുനിറങ്ങൾ വിരിയുന്നത്. CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി സേവാ ഉത്സവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇൻഡിഗോ പെയിന്റ് വടുതല ഗവൺമെന്റ് LP സ്കൂളിന് നിറങ്ങൾ നൽകുന്നത്. ഇൻഡിഗോ പെയിന്റ് വട്ടമ്പാടം താജ് ഏജൻസിയുടെ സഹകരണത്തോടെയായിരുന്നു പ്രവൃത്തി. പ്രദേശത്തെ പൂർവ്വ വിദ്യാർത്ഥികളും പെയിന്റിംഗ് തൊഴിലാളികളുമടക്കം 40ഓളം പേർ പ്രവൃത്തിയിൽ പങ്കാളികളായി. തൊഴിലാളികൾ കൂലി വാങ്ങാതെയാണ് ഈ ഉദ്യമത്തിൽ പങ്കെടുത്തത്. സ്കൂളിലെ 2 കെട്ടിടങ്ങൾക്കും ചുറ്റുമതിലിനുമാണ് നിറം നൽകിയത്. പ്രവൃത്തികൾക്കായിട്ടുള്ള പെയിന്റുകളും മെറ്റീരിയലുകളും എല്ലാം തന്നെ നേരിട്ട് കമ്പനിയിൽ നിന്ന് എത്തിച്ചവയായിരുന്നു. പുതിയ നിറങ്ങളുമായി കുട്ടികളെ വരവേൽക്കാമെന്ന സന്തോഷത്തിലാണ് അധ്യാപകർ. സ്കൂൾ പ്രധാനാധ്യാപിക രേഖ, ഇൻഡിഗോ പെയിന്റ് ഏരിയ സെയിൽസ് മാനേജർ അജിത്, താജ് ഏജൻസി ഉടമ താഹിർ, സ്കൂൾ PTA പ്രസിഡന്റ് ഷനോഫ്, വാർഡ് കൗൺസിലർ S സുജീഷ്, അധ്യാപിക മുനീബ തുടങ്ങിയവർ സംസാരിച്ചു. CSR ആക്ടിവിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോർപ്പറേറ്റ് കമ്പനികൾക്കും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം നമ്മൾ ഇങ്ങനെ ചെലവഴിക്കണമെന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് സർക്കാർ സ്കൂളുകൾ തിരഞ്ഞെടുത്ത സർക്കാർ സ്കൂളുകളിൽ പെയിൻറ്റും അതേപോലെ തന്നെ അന്നത്തെ ദിവസം ഇവിടുത്തെ കുട്ടികൾ, ടീച്ചേഴ്സ് എല്ലാത്തിലുപരി നമ്മളെ സഹായിക്കാൻ വേണ്ടി ആ ഒരു മേഖലയിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പെയിൻറ്റേഴ്സ് സുഹൃത്തുക്കളും ചേർന്നാണ് ഇത് ചെയ്യുന്നത്. കേരളത്തിൽ ഏകദേശം 100-ൽ താഴെ സ്കൂളുകൾ നമ്മൾ ഇതുവരെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ ഇത് ഏകദേശം 3ാമത്തെ സ്കൂളാണ്. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ്. അതുപോലെ തന്നെ ഈ ഇൻഡിഗോ പെയിൻസിൻ്റെയും താജ് വട്ടമ്പാടത്തിൻ്റെയും പ്രവർത്തനം വളരെ പ്രശംസനീയവുമാണ്. പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങളും കലാപരിപാടികളും നടന്നു. പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സമ്മാന വിതരണവും ഉണ്ടായിരുന്നു. അധ്യാപകർ, ഇൻഡിഗോ പെയിന്റ് ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ചാത്തുരത്തിൽ മോർ ഗ്രിഗോറിയോസ് പരുമല കൊച്ചു തിരുമേനിയുടെ 123ാം ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ തലേന്ന് ശനിയാഴ്ച സന്ധ്യാ നമസ്കാരമുണ്ടായി. ഞായറാഴ്ച രാവിലെ വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ വിശുദ്ധ കുർബാനയ്ക്കും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ സന്ദേശവും നൽകി. തുടർന്ന് പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ പെരുന്നാൾ പ്രദക്ഷിണമുണ്ടായി. കല്ലമ്പുറം റോഡ് വഴി ഹെബ്രോൺ സ്ട്രീറ്റ് വഴിയുള്ള പെരുന്നാൾ പ്രദക്ഷിണം പള്ളിയിലെത്തി സമാപിച്ചു. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിയിലെത്തിയപ്പോൾ ആശീർവാദവും സ്ലീബ വണക്കവും നെയ്യപ്പം നേർച്ച വിതരണവും സ്നേഹവിരുന്നും നടന്നു. പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ഇടവക വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ചാലിശ്ശേരി സെന്റ് ലൂക്സ് CSI പള്ളിയിൽ കൊച്ചി ഭദ്രാസനത്തിലെ പാലക്കാട് ഏരിയ സ്ത്രീജന സഖ്യം ആഭിമുഖ്യത്തിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് വികാരി ഫാദർ KC ജോൺ കാർമ്മികത്വം വഹിച്ച് മുഖ്യ സന്ദേശം നൽകി. ഫാദർ സാം മാത്യു മുഖ്യാതിഥിയായി. പാലക്കാട് ഏരിയ സെക്രട്ടറി ഫാദർ ഷിബു N സ്കറിയ, ഭദ്രാസന കമ്മിറ്റി അംഗം ഫാദർ പ്രിൻസ് ജോർജ്, ഫാദർ അനൂപ് ജോർജ്, സ്ത്രീജന സഖ്യം പാലക്കാട് ഏരിയ പ്രസിഡന്റ് ഷീന ഷിബു, ചാലിശ്ശേരി പ്രസിഡന്റ് ലീലാമ ജോൺ, സാം മാത്യു, ദാനിയേൽ, ഗ്രീനൻ, ക്രിസ്റ്റി, സുലോചന ഭായ് എന്നിവർ സംസാരിച്ചു. ദൈവത്തിൻ്റെ സ്ത്രീ സങ്കല്പം എന്ന വിഷയത്തെക്കുറിച്ച് T. ഫിലിപ്പ് ക്ലാസ് എടുത്തു. നിമ്മി മാത്യു സംഗീത പരിശീലനം നടത്തി. റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കവതരണം, ബൈബിൾ ക്വിസ്, സംവാദം, മധ്യസ്ഥ പ്രാർത്ഥന, ലേലം, സമ്മാന വിതരണം എന്നിവ ഉണ്ടായി. പാലക്കാട് ഏരിയയിൽ നിന്നുള്ള 10ഓളം ദേവാലയങ്ങളിൽ നിന്നുള്ള സ്ത്രീജനങ്ങൾ പങ്കെടുത്തു. സ്നേഹവിരുന്നോടെ സമാപിച്ചു. പരിപാടികൾക്ക് ചാലിശ്ശേരി പള്ളി വികാരി ഫാദർ KC ജോൺ, സ്ത്രീജന സഖ്യം പ്രസിഡന്റ് ലീലാമ ജോൺ, സെക്രട്ടറി ഷേർലി വിൽസൺ, ട്രഷറർ ഗ്ലാഡ്സി സാജു എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ലയൺസ് ക്ലബ് കുടുംബസംഗമം പ്രസിഡന്റ് സന്തോഷ് ജാക്ക് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗം CJ ഡേവിസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി OT സൈമൺ, CD ജോൺസൺ, KR ചന്ദ്രൻ, KM ഷാജു, അന്ന ഷേർലി, ലിൻ സോജു തുടങ്ങിയവർ സംസാരിച്ചു. പാചകറാണി മത്സരവും വിവിധ കലാപരിപാടികളും ഉണ്ടായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയുടെയും റോയൽ ഡെന്റൽ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുണ്യശ്ലോകനായ കാതോലിക്ക ആബൂൻ മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ 1ാം ശ്രാദ്ധം സ്മരണാർത്ഥം സൗജന്യ ദന്ത പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പള്ളി അങ്കണത്തിൽ ഞായറാഴ്ച രാവിലെ നടന്ന ക്യാമ്പ് വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സ്മൃതി മോഹൻ, ഡോക്ടർ അനസ്, ഡോക്ടർ ടെറൻസ് അരിമ്പൂർ എന്നീ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സൗജന്യ പരിശോധനയും ബോധവൽക്കരണ ക്ലാസും നടന്നു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, ഇടവകാംഗങ്ങൾ, സമാജം പ്രവർത്തകർ,
നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പിന് വികാരി ഫാദർ ബിജു മൂങ്ങാങ്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. കൊരട്ടിക്കര IFA ഫർണിച്ചർ ഷോറൂമിൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നടന്നു. ശനിയാഴ്ച നടന്ന സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലിൽ വമ്പിച്ച ആദായ വിൽപ്പനയാണ് കൊരട്ടിക്കര IFA ഒരുക്കിയിരുന്നത്. ആദായ വിൽപ്പനയറിഞ്ഞ് വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ആളുകളാണ് ഫർണിച്ചർ സ്വന്തമാക്കാൻ കൊരട്ടിക്കരയിലെ IFA ഷോറൂമിൽ എത്തിയത്. തിരക്കിനിടയിൽ കുറച്ചാളുകൾ സംഘം ചേർന്ന് മനഃപൂർവ്വം ഷോറൂമിലെ വിൽപ്പന തടസ്സപ്പെടുത്തുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്ന് കുന്നംകുളം പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. ശനിയാഴ്ച വൈകിട്ട് 5 മുതൽ രാത്രി 11 വരെ നടത്താൻ നിശ്ചയിച്ചിരുന്ന ആദായ വിൽപ്പന പോലീസിന്റെ നിർദ്ദേശാനുസരണം രാത്രി 7 വരെയാക്കി ചുരുക്കേണ്ടി വന്നു. തിരക്ക് മൂലം ഓഫർ ഉൽപ്പന്നങ്ങൾ ലഭിക്കാത്ത ഉപഭോക്താക്കൾക്ക് വരും ദിവസങ്ങളിൽ നൽകുമെന്ന് കൊരട്ടിക്കര IFA മാനേജ്മെന്റ് അറിയിച്ചു. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നവംബർ 3 നടക്കുന്ന അയ്യപ്പൻ വിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായി നടത്തുന്ന ആദ്യ ചടങ്ങായ വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു. എരുമപ്പെട്ടി പഴവൂർ നവജ്യോതി സംഘമാണ് വിളക്ക് പാർട്ടി സുനിൽ എരുമപ്പെട്ടി നേതൃത്വം നൽകി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാജൻ, സെക്രട്ടറി സുരേഷ് പാലക്കൽ, വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജ്യോതിഷ് പാറക്കാട്, സെക്രട്ടറി സുരേന്ദ്രൻ തോട്ടുപുറത്ത്, ട്രഷറർ പുഷ്പൻ പാറക്കാട്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പന്തൽ വർക്കേഴ്സ് ഫെഡറേഷനിലേക്ക് പുതുതായി ചേർന്നവർക്കുള്ള മെമ്പർഷിപ്പ് വിതരണം ചാവക്കാട് നടന്നു. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് യാസിർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കാസിം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അലിമോൻ സ്വാഗതവും ട്രഷറർ സിന്ധു ഹരിദാസ് നന്ദിയും പറഞ്ഞു. അഷ്ടനാഗ പ്രതിഷ്ഠയുള്ള പൊർക്കളേങ്ങാട് ശ്രീ മണികണ്ഠ ക്ഷേത്രത്തിൽ 2 ദിവസമായി ക്ഷേത്രം തന്ത്രിയും ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിയുമായ ബ്രഹ്മശ്രീ തേലമ്പറ്റമന കേശവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു വരുന്നിരുന്ന അതിവിശിഷ്ടമായ മഹാസുഹൃത ഹോമം സമാപിച്ചു. 3 ദിവസങ്ങളിലായി 1000-ലധികം ഭക്തർ മഹാസുഹൃത ഹോമത്തിൽ പങ്കാളികളായി. സമാപന ദിവസം ഭക്തർക്ക് സുഹൃത ഹോമത്തിന്റെ പ്രസാദമായ ഹോമിച്ച നെയ്യ് വിതരണം ചെയ്തു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ തേലമ്പറ്റ നാരായണൻ നമ്പൂതിരി, മധു മഠത്തിൽ, മണികണ്ഠ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ജിതിൻ രാജ് ചാണശ്ശേരി, സെക്രട്ടറി അഭിജിത്ത് കണ്ടേങ്ങത്ത്, ട്രഷറർ നിവേദ് മത്രങ്കോട്ട് എന്നിവർ നേതൃത്വം നൽകി. ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്ന വിചിന്തനത്തിൽ നിർദ്ദേശിക്കപ്പെട്ട പരിഹാര പൂജകളുടെ 1ാം ഘട്ടം നടന്നു. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ശിവഭഗവാൻ ഇളനീർ അഭിഷേകം, പാലഭിഷേകം എന്നിവയുണ്ടായി. എല്ലാ ദേവീദേവന്മാരോടും വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തവും നടത്തി. തന്ത്രിമാരായ മഠത്തിൽ മുണ്ടൂർ ദിവാകരൻ നമ്പൂതിരി, അരുൺ നമ്പൂതിരി, മേൽശാന്തി പിള്ളനേഴി പ്രസാദ് നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. ക്ഷേത്രം സേവാ സമിതി പ്രസിഡന്റ് KN ഷാജി, സെക്രട്ടറി VK രമാബായ്, ട്രഷറർ MS വിലാസിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. അഖില കേരള ബാലജന സഖ്യം പറപ്പൂർ യൂണിയൻ ഇടക്കഴിയൂർ സ്റ്റുഡന്റ് സെന്റർ മാർഗദർശി സഖ്യം വിജയോത്സവ് 2025 സംഘടിപ്പിച്ചു. യൂണിയൻ സഹകാരി ഫോറം കൺവീനർ ഹംസ അമ്പലത്ത് വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ കമറു കണ്ണാത്ത്, മാധ്യമപ്രവർത്തകനും പ്രഭാഷകനുമായ KC ശിവദാസ്, സിവിൽ പോലീസ് ഓഫീസർ അബൂബക്കർ എന്നിവർ മുഖ്യാതിഥികളായി. ഷെബീർ കല്ലയിൽ, സദർ മുവല്ലിം കരീം ഉസ്താദ്, സഖ്യം മേഖലാ സെക്രട്ടറി ശ്രാവന്തിക TS തുടങ്ങിയവർ സംസാരിച്ചു. സ്നേക് ക്യാച്ചർ വീരാനൻകുട്ടി പള്ളിപ്പറമ്പിൽ, ആംബുലൻസ് ഡ്രൈവർ അഫ്സൽ, മദ്രസ പൊതുപരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും മാർക്ക് നേടിയ ഫൈഹ, ഡോക്ടർ ഷാരോൺ സാൻഡി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ചർമ്മം കാണിപ്പയൂർ ചേന്നാട്ട് ശശീധരൻ നായർ നിര്യാതനായി. 65 വയസ്സായിരുന്നു. ഗിരിജയാണ് ഭാര്യ. സംഗീത, സാഗർ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി. കുന്നുകുളം പട്ടാമ്പി റോഡിൽ താമസിച്ചിരുന്ന അന്തിക്കാട്ട് വറദപ്പൻ മകൻ പത്രോസ് നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കളമശ്ശേരി യഹോവ സാക്ഷികളുടെ സെമിത്തേരിയിൽ നടക്കും. കുന്നംകുളം കോട്ടൂൽ പുലിക്കോട്ടിൽ കുടുംബാംഗം ഉതുപ്പു മകൾ സാറയാണ് ഭാര്യ. ബോബൻ, താര ജോൺ, റാണി സെൻ എന്നിവർ മക്കളാണ്. ആർത്താറ്റ് പരേതനായ നെയ്യൻ വാറുമകൻ NV സക്കറിയ മാസ്റ്റർ നിര്യാതനായി. 88 വയസ്സായിരുന്നു. MJD ഹൈസ്കൂൾ റിട്ടയേർഡ് അധ്യാപകനാണ് പരേതൻ. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. റിട്ടയേർഡ് പ്രധാന അധ്യാപിക CC ലൂസിയാണ് ഭാര്യ. ജയ്മോൻ, ഷൈനി, വിജിൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. സാധാരണക്കാർക്ക് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം K സുരേന്ദ്രൻ. കേരളത്തിൽ പട്ടിണി ഇല്ലാതായത് മോദിയുടെ ഭരണത്തിന്റെ നേട്ടമാണെന്നും സുരേന്ദ്രൻ. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ. കുന്നംകുളത്തെ റോഡ് ഗതാഗതം മുടക്കി നിർമ്മാണം.
പ്രതിഷേധം ശക്തമാകുന്നു. ഗുരുവായൂർ ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മാണത്തിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ വക ആദ്യ ഗഡുവായി 15 കോടി രൂപയുടെ ചെക്ക് കൈമാറി. ഗുജറാത്തിൽ റിലയൻസ് ഉടമസ്ഥതയിലുള്ള വന്യജീവി പരിപാലന കേന്ദ്രത്തിന്റെ പ്രവർത്തന മാതൃകയിൽ ദേവസ്വത്തിലെ ആനകൾക്ക് മികച്ച പരിപാലനം നൽകുവാൻ അവസരം ഒരുക്കാമെന്നും മുകേഷ് അംബാനി. പൊതുസ്ഥലങ്ങളിലും കൃഷിയിടങ്ങളിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താനായി ജില്ലാതിർത്തിയായ കടവല്ലൂർ സംസ്ഥാന പാതയോരത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ ആശ്വാസത്തിൽ കർഷകർ. ശുചിമുറി മാലിന്യമടക്കം കൃഷിയിടങ്ങളിൽ തള്ളുന്നവരെ കണ്ടെത്തി കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ. ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി മികച്ച സേവനങ്ങൾ നടത്തിയതിന് വേലൂർ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം. ഭിന്നശേഷി രംഗത്ത് നടപ്പിലാക്കിയ പദ്ധതി പ്രവർത്തനങ്ങൾക്കാണ് 1.5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ഉൾപ്പെടെയുള്ള പുരസ്കാരം ലഭിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.